കേട്ടോ. എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഭയങ്കര മഴയാണ്, ഒരു രക്ഷയില്ലാത്ത മഴ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് മഴ തന്നെയാണ്, വേറെ ഒന്നുമില്ല. ഭയങ്കര മഴ, മഴയോട് മഴ. അപ്പോൾ നമുക്ക് ഇന്ന് ഫുഡൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇന്ന് അച്ഛന് വീട്ടിലില്ല, അപ്പോൾ ഇന്ന് നോൺ വെജൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇന്ന് പച്ചക്കറി തന്നെയാണ്. അച്ഛൻ ഉണ്ടാകുമ്പോഴാണ് അച്ഛൻ പോയിട്ട് എന്തെങ്കിലും പച്ചക്കറി ചിക്കനോ മീനോ എന്തെങ്കിലും കൊണ്ടുവരുന്നത്. അപ്പോൾ ഇന്ന് പച്ചക്കറി തന്നെയാണ്. അപ്പോൾ എന്ത് ഉണ്ടാക്കണേന്ന് ഇങ്ങനെ ആലോചിച്ച് ഞാൻ ഇരിക്കുകയാണ് കേട്ടോ. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഉണ്ടാക്കാൻ പറ്റുകയെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചോറ് വയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ചോറ് ചെമ്പ് എവിടെയെന്ന് നോക്കി നടക്കുകയായിരുന്നു. എൻ്റെ കൺമുന്നിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ കണ്ണിൽ എന്തോ കുരുവായതുകൊണ്ട് ഞാനത് കണ്ടില്ല. എന്നിട്ട് പിന്നെ അത് കണ്ടു. എന്നിട്ട് ഞാനത് അരിയെല്ലാം എടുത്ത് കഴുകി വൃത്തിയാക്കി നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാൻ വേണ്ടി പോകും. അപ്പോൾ അതിനിടയിൽ നിന്ന് വിശന്നപ്പോൾ ഒരു ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കി കഴിച്ചു കേട്ടോ, ഞാനും അമ്മയും കൂടെ. പിന്നെ ഞാൻ ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിക്കാൻ പോകുന്ന കറി എന്ന് പറയുന്നത് മത്തൻ്റെ ഇലയും പരിപ്പും കൂടി ഇട്ടിട്ട് ആണ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കണേ. ഏട്ടനൊക്കെ ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. പൊതുവേ ഇങ്ങനത്തെ കറികളൊന്നും ഏട്ടന് ഇഷ്ടാവാറില്ല. പിന്നെ ഇന്നിപ്പോൾ അച്ഛനില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ചിക്കനും മീനും ഒന്നും ഇല്ലാതിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്തായാലും പച്ചക്കറി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ പരിപ്പ് വേവിക്കാൻ വേണ്ടി ആദ്യം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് നാളികേരം ഇല്ലായിരുന്നു, അപ്പോൾ നാളികേരം പൊളിക്കണം. എനിക്കാണെങ്കിൽ നാളികേരം പൊളിക്കണം എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ ഇടയിൽ എൻ്റെ കൈ പോയിട്ട് ഭയങ്കരമായിട്ട് വേദന എടുത്തു. കൈ നല്ല പോലെ പണി കിട്ടി കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് നാളികേരം പൊളിക്കാനും ഉടയ്ക്കാനൊക്കെ പഠിച്ചത്. എനിക്ക് വേണ്ടിയിട്ടാണ് ആ പൊളിക്കുന്ന സാധനം തന്നെ വാങ്ങിച്ചു തന്നെ കേട്ടോ. എങ്കിലും അതിലും ശരിക്കും റെഡിയായി വരുന്നുള്ളൂ. എങ്കിലും കുറച്ച് നേരം എടുത്താണെങ്കിലും ഞാൻ അതിൽ തന്നെ ഞാൻ പൊളിച്ചെടുക്കും കേട്ടോ. പിന്നെ ഉടയ്ക്കണത് ഞാൻ കുറച്ച് പെട്ടെന്ന് തന്നെ റെഡിയായി, വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ അത് ചിരവുമ്പോൾ കുറച്ച് കഴിക്കാറുമുണ്ട്. പരിപ്പ് നല്ല പോലെ വെന്തുണ്ട് കേട്ടോ. നമുക്കിനി മത്തൻ്റെ ഇല ചേർക്കാം. മത്തൻ്റെ ഇല അമ്മ നേരത്തെ തന്നെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരുന്നു, അതുകൊണ്ട് നമുക്ക് ചെമ്മീൻ ചമ്മന്തിയും കൂടെ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കട്ടെ. പിന്നെ നമുക്ക് ഫുൾ പച്ചക്കറി വെക്കാം. നമുക്കിതിലേക്ക് നാളികേരം കൂടെ അരച്ച് ചേർക്കാം കേട്ടോ. അത്രേ ഉള്ളൂ പരിപാടി. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും ചോറും റെഡി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് എടുത്ത് വാർക്കാൻ വേണ്ടി വെച്ചു. ചോറ് വാർക്കുന്നത് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് അതൊക്കെ പഠിച്ചത് കേട്ടോ. ഇപ്പോഴും ചോറിൻ്റെ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്, പൊള്ളുമോ താഴെ വീഴുമോ എന്നൊക്കെ ഭയങ്കര പേടിയാണ്. അങ്ങനെ ചോറ് വാർക്കാൻ വേണ്ടി വെച്ചു. അതിന് ശേഷം ചെമ്മീൻ ചമ്മന്തിക്കുള്ള ഐറ്റംസൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ. എനിക്കാണെങ്കിൽ ചെമ്മീൻ ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് മാത്രം കൂട്ടിയിട്ട് വേണമെങ്കിൽ ചോറ് കഴിക്കും. അങ്ങനെ എല്ലാം റെഡിയായി. ഇവിടെ എന്താ പരിപാടി? അതൊക്കെ എന്തിനാ വലിച്ചിടണേ? എന്താ ഇവിടെ പരിപാടി? നമുക്ക് മാവുണ്ണാൻ പോവാ? മാമുണ്ണാൻ പോവാന്ന്? എന്താ പ്രശ്നം? ദശു, അതൊന്നും എടുക്കണ്ട, നമുക്ക് പോവാ. അപ്പോഴേക്കും നമ്മുടെ ചേച്ചി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേച്ചി 2 ദിവസം നിൽക്കാൻ വേണ്ടി വന്നതാണ്. ചേച്ചി വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒന്നും കൂടെ ഞാൻ ഹാപ്പി ആയിരിക്കും. എന്താ അറിയില്ല, ചേച്ചി വന്നിരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിയുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ദർശകുട്ടിന് ചോറ് കൊടുക്കാനുള്ള സമയമൊക്കെ ആയിട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ കുറച്ച് നേരം അവിടെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുന്നു. നീ എന്തിനാടി എന്നെ വീഡിയോ എടുക്കുന്നത്? എൻ്റെ കോലൊന്നും ശരിയല്ലടി, നിനക്ക് എന്തിൻ്റെ കേടാടി എന്നും പറഞ്ഞിട്ട് ചേച്ചി എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.